കൊയിലാണ്ടിയിൽ ഇന്നലെ രാത്രി CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV സത്യനാഥിനെ മൃഗീയമായ രീതിയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിദാരുണമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത്. CPIMന്റെ ഉത്തമനായ സംഘാടകനും ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവുമായിട്ടാണ് സത്യനാഥ് കൊയിലാണ്ടി പട്ടണത്തിൽ ചുറ്റുവട്ടങ്ങളിൽ പ്രവർത്തിക്കുകയും കഴിഞ്ഞു. മൃഗീയമായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് കൊലപാതകം. ഒരാളെ ഇപ്പോഴും പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തണം. അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാവണം. കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് പാർട്ടിയോട് പറയാറുള്ളത്. ഇന്ന് രാത്രിയാണ് സംസ്കാരം നടത്താൻ തീരുമാനിച്ചത്. 3 മണിക്ക് കൊയിലാണ്ടി പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടു പറഞ്ഞ് സംസ്കാരം നടത്തുന്നത് അറിയിച്ചു. വളരെ ആകസ്മികമായുണ്ടായ ഈ കൊലപാതകം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രക്രിയകൾ ഇവരെയെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയണം എന്ന് തന്നെയാണ് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് പ്രധാനമായിട്ടും പറയാൻ. ഇപ്പം നേരത്തെ പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ആളാണ്. പാർട്ടി മെമ്പറായിരുന്നു, മുമ്പ് പാർട്ടി മെമ്പറായിരുന്നു. പാർട്ടി ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള തെറ്റായ പ്രവണതകൾക്ക് വിധേയപ്പെട്ടപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നീട് ഗൾഫിലൊക്കെ പോയി തിരിച്ച് വന്നതിന് ശേഷം ഇതുപോലുള്ള വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. മറ്റേതും പാർട്ടിക്കാർക്ക് അതിപ്പോഴും പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങൊക്കെ നോക്കുമ്പോൾ നമുക്കെതിരാണ്. പാർട്ടിക്കെതിരായിട്ടുള്ള പോസ്റ്റിങ്ങാണ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. പാർട്ടി പുറത്താക്കിയതാണ്. പാർട്ടി പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പോയി പിന്നീട് ഗൾഫിലൊക്കെ തിരിച്ച് വന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷേ ഈ സാഹചര്യം നടത്താറുണ്ട്. പകവല്ലമാണെന്നുള്ളത് വ്യക്തിപരമായിട്ട് ഇവർ തമ്മിൽ വലിയ പ്രശ്നമുണ്ട്. ഇയാൾക്കെതിരായിട്ടുള്ള ഒരു വലിയ വിഭാഗാന്തരത്തിന്റെ മണ്ണിലുണ്ടായിട്ടുള്ളതെന്നാണ് പോലീസിന്റെ അന്വേഷണം മനസ്സിലാകാൻ സാധിക്കുന്നത്.